ലോകത്തെ ഏത് വണ്ടി എടുത്താലും ആ വണ്ടിയുടെ മാനുഫാക്ചർ പറഞ്ഞിട്ടുള്ള വാട്ടർ വെയ്ഡിങ് ഹൈറ്റിന് മീതിയുള്ള വെള്ളക്കെട്ടിൽ നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ആ വണ്ടി ഓഫ് ആവും. ഇതിലൊരു പ്രശ്നമില്ല, ഇത് സയൻസാണ്, കംപ്ലീറ്റ്ലി നോർമൽ. ഓക്കെ, കുറേ തെറ്റിദ്ധാരണകളുണ്ട്. കാരണം കുറേ പേര് സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടുണ്ടാവും കുറേ വണ്ടികളൊക്കെ വലിയ വെള്ളക്കെട്ടി കൂടെയൊക്കെ പോയിട്ട് സിമ്പിളായിട്ട് പോകുന്നു. എല്ലാം ഭയം കൊണ്ട് മാത്രം കേട്ടോ. ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത്, വെള്ളം എഞ്ചിനകത്ത് കയറിയിട്ടും പ്രവർത്തിക്കാൻ പാകത്തിനുള്ള ഒരു എഞ്ചിൻ ഇതുവരെ കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. ഇനി കണ്ടുപിടിക്കുമെന്ന് അറിയില്ല. അപ്പോൾ നിങ്ങളുടെ വണ്ടി ഇതുപോലെ എങ്ങാനും ഓഫ് ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് ചെക്സ് വേണം വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ. വണ്ടി ഓഫ് ആവുന്നത് കംപ്ലീറ്റ്ലി നോർമലാണ് കേട്ടോ. നേരത്തെ പറഞ്ഞ പോലെ ഒരു മനക്കെടും വേണ്ട. അപ്പോൾ എൻ്റെ അടുത്തുള്ളത് ഈ വണ്ടിയാണ്, ഞാൻ കാണിച്ചു തരാം. നമ്മളിങ്ങനെ വെള്ളത്തിലൂടെ പോകുമ്പോൾ വണ്ടി നിന്ന് പോയല്ലോ എന്ന് ഓർത്തിട്ട് നമ്മൾ വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കരുത്. ആ വെപ്രാളത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കുന്നതിന് മുന്നേ നമ്മൾ പുറത്തിറങ്ങി ഈ വണ്ടിയുടെ എഞ്ചിൻ എയർ ഫിൽറ്റർ ഡ്രൈ ആണോ എന്ന് ഉറപ്പ് വരുത്തണം. ചിലപ്പോൾ ആ സമയത്ത് നമുക്കിത് നോക്കാൻ പറ്റുന്ന വരില്ല, നല്ല മഴയായിരിക്കും. നമ്മളൊന്ന് വെയിറ്റ് ചെയ്യാം. ഫിൽറ്റർ ബോക്സ് തുറന്ന് ഇതുപോലെ ഫിൽറ്റർ ഡ്രൈ ആണെങ്കിൽ മാത്രം വീണ്ടും സ്റ്റാർട്ട് ചെയ്ത് നോക്കുക. ഈ ഫിൽറ്റർ ഡ്രൈ അല്ലെങ്കിൽ ഇതുപോലെ കുതിർന്ന് നനഞ്ഞ് കിടപ്പുണ്ടെങ്കിൽ നിങ്ങളുടെ എഞ്ചിനകത്തോട്ട് വെള്ളം പോയിട്ടുണ്ട്. ഇങ്ങനെ നനഞ്ഞ സിറ്റുവേഷനിൽ നിങ്ങൾ വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ എഞ്ചിനകത്ത് ഹൈഡ്രോ ലോക്കിംഗ് സംഭവിക്കും. എഞ്ചിന്റെ സിലിണ്ടറിനകത്ത് കയറിയിട്ടുള്ള വെള്ളം പിസ്റ്റണിന് കംപ്രസ് ചെയ്യാൻ പറ്റാണ്ട് കണക്റ്റിംഗ് ഡോട്ട് പൊട്ടിപ്പോലാണ് സംഭവിക്കുക. ഇതിനാണ് ഹൈഡ്രോ ലോക്ക് എന്ന് വിളിക്കുന്നത്. നമ്മുടെ എല്ലാ ടൈപ്പ് ഐസ് എഞ്ചിൻസും ഡിസൈൻ ചെയ്തിട്ടുള്ളത് പെട്രോളും ഡീസലും കംപ്രസ് ചെയ്ത് കത്തിക്കാനുള്ള സെറ്റപ്പിലാണ്. ഇതിനകത്ത് വെള്ളം കയറി കഴിഞ്ഞാൽ അത് കത്തില്ല. അതായത് നമ്മളിങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ സ്വമേധയാ വെള്ളം കയറി വണ്ടി എഞ്ചിൻ ഓഫ് ആവുന്നത് കംപ്ലീറ്റ്ലി നോർമൽ. അതുകൊണ്ട് ഒരു ഡാമേജും എഞ്ചിന് സംഭവിക്കുന്നില്ല. നമ്മൾ വീണ്ടും ഒരു എക്സ്റ്റേണൽ സ്റ്റാർട്ട് മോട്ടറിൻ്റെ ഫോഴ്സ് വെച്ചിട്ട് എഞ്ചിനെ കറക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഈ ഹൈഡ്രോ ലോക്ക് സംഭവിക്കുക. ഹൈഡ്രോ ലോക്ക് വന്ന് നിന്നിട്ടുള്ള എഞ്ചിൻ്റെ റിപ്പയർ എന്ന് പറയുന്നത് മേജറാണ്. ചിലപ്പോൾ ആ എഞ്ചിൻ മൊത്തമായിട്ട് തന്നെ മാറേണ്ടി വരും. പല ഇൻഷുറൻസ് കമ്പനികൾ ഇതിന് ക്ലെയിം വരെ കൊടുക്കുന്നില്ല. അപ്പോൾ വെള്ളം കയറിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ വണ്ടി ഒരിക്കലും പിന്നെ സ്റ്റാർട്ട് ചെയ്യാൻ നിൽക്കരുത്. നേരെ റിക്കവറി വിളിച്ച് ഡീലർഷിപ്പിലോ വർക്ക്ഷോപ്പിലോ കൊണ്ടുവന്നിടുക. ബാക്കി കാര്യങ്ങളൊക്കെ അവർ നോക്കുന്നത്. അവർ ഈ വണ്ടിയുടെ സ്പാർക്ക് പ്ലഗും ഇഞ്ചക്ടറെല്ലാം ഊരി എഞ്ചിൻ്റെ ക്രാങ്ക് ഷാഫ്റ്റ് പിടിച്ച് അവർ മാനുവലി കറക്കും. അപ്പോൾ എഞ്ചിനകത്ത് കയറിയിട്ടുള്ള വെള്ളമെല്ലാം പുറത്തു പോകും. എല്ലാം ഡ്രൈ ആയി കഴിഞ്ഞ ശേഷം അവർ വീണ്ടും തിരിച്ച് പ്ലഗും ഇഞ്ചക്ടറെല്ലാം ഇട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്യും. യുവർ എഞ്ചിൻ ഈസ് സേഫ്, പക്ക, ഒരു പ്രശ്നമില്ല. എഞ്ചിനകത്ത് വെള്ളം കയറിയോണ്ട് മാത്രമൊന്നുമില്ല ഒരു വണ്ടി ഓഫ് ആവും. അതിന് വേറെയും കുറേ കാരണങ്ങളൊക്കെ ഉണ്ട്. നിങ്ങൾ ഈ ബോണറ്റ് തുറന്നു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം കുറേ ഇലക്ട്രിക്കൽ കണക്ഷൻസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ ഈ കപ്ലേഴ്സിലൊരു വെതർ റെസിസ്റ്റൻസ് സീലുണ്ട്. ഇതിനൊക്കെ ഒരു പരിധിയുണ്ട്. ഒരു 1.5-3 മണിക്കൂറിന് മീതൊക്കെ ഈ വെള്ളത്തിൽ എന്നെ ഓടിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ചിലപ്പോൾ ലീക്കാവും. ഇതിനകത്ത് വെള്ളം കയറി കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ബ്രേക്ക് ആവും, സെൻസേഴ്സ് തമ്മിലുള്ളത്. ചിലപ്പോൾ വണ്ടി ഓഫ് ആവും. എപ്പോഴും ശ്രദ്ധിക്കുക, ഇത് ബോട്ടൊന്നുമല്ല, റോട്ടിലിട്ട് ഓടിക്കാനുള്ള വണ്ടിയാണ്. ഓക്കെ, ആക്ച്വലി വീഡിയോ ചെയ്യാൻ കുറച്ച് ഡിലേ ആയി. എന്തായാലും ഈ വീഡിയോ ഇനിയും പോയിരിക്കും, മഴ ഇനിയും വരുമല്ലോ. കുറേ പേരുടെ വണ്ടി കേടായിട്ടുണ്ട്. ഇതെല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു, ആരും പ്രതീക്ഷിച്ചൊന്നുമില്ലല്ലോ. നമ്മൾ കരുതി കൂട്ടി വണ്ടി നാശാക്കണമെന്ന് വിചാരിച്ചിട്ട് ചെയ്തൊന്നുമില്ല. നമ്മുടെ കയ്യിൽ കൺട്രോളൊന്നുമില്ല. അപ്പോൾ വിഷയമൊന്നുമില്ല, നമുക്കിത് നന്നാക്കി എടുക്കാന്നേ. നമുക്ക് നല്ല നല്ല ഗാരേജുകളും ഇൻഷുറൻസും എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ ചാടി നിൽക്കുക. വീണ്ടും കാണാം.